Okay. Yes, ma'am. Okay, fine. Okay. In the last class, where we have stopped, നമ്മൾ എവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്താ അറിയാൻ പറ്റുക കോറിന്റെ കാര്യം പറഞ്ഞ് നിർത്തി ഇല്ലേ പ്രൈമറി വൈൻഡിങ് ഉണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹിസ്റ്ററിസിസ് ലോസ് ഈ മെറ്റീരിയൽസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ hope all of you remember എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫൈൻ അപ്പം നമ്മൾ ഇനി അടുത്തത് ഇതിന് ഒബ്വിയസ്ലി ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ പാർട്ട് പറയുമ്പം നമ്മള് എന്താ പറയാ ബുക്കോൾസ് റിലേ ബ്രീത്തർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിൽക്ക ജെൽ ബ്രീത്തർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ നമുക്ക് ലേറ്റർ പഠിക്കാം ബേസിക് കൺസെപ്റ്റ് കോർ കൺസെപ്റ്റ് ആണ് ഞാനിപ്പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനില് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വൈൻഡിങ് ആണ് Winding is the next portion that is associated with the transformer. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ് ഉണ്ട് പ്രൈമറി വൈൻഡിങ് ഉണ്ട് സെക്കൻഡറി വൈൻഡിങ് ഉണ്ട് എവിടെയാണോ നമ്മൾ സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്നും എവിടെയാണോ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ സെക്കൻഡറി വൈൻഡിങ് എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോർമലി ഒരു AC വോൾട്ടേജ് നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൈമറി വൈൻഡിങ്ങിന്റെ അകത്ത് ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ആവും ഇല്ലേ വോൾട്ടേജ് കൊടുത്ത് കറണ്ട് ഫ്ലോ ചെയ്യും ഒബ്വിയസ്ലി ദർ വിൽ ബി എ ഫ്ലക്സ് ദാറ്റ് ഇസ് ഇൻഡ്യൂസ്ഡ് പ്രൈമറി വൈൻഡിങ്ങിന്റെ അകത്ത് ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ആവും ഈ ഫ്ലക്സ് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്ത് അവിടെ എന്തുണ്ടാക്കും ഈ ടോട്ടലി ഈ ഫ്ലക്സ് മൊത്തത്തിൽ ലിങ്ക് ചെയ്ത് സെക്കൻഡറിയിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ലീക്കേജ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം 5M എന്ന് പറയുന്ന ഫ്ലക്സ് ഇതിന്റെ അകത്ത് ഈ സർക്യൂട്ടിന്റെ അകത്ത് കാണുന്ന 5M എന്ന് പറയുന്ന ഫ്ലക്സ് this is the flux that is linking with both the primary and secondary പ്രൈമറിയിലും സെക്കൻഡറിയിലും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ 5M എന്ന് പറയുന്നത് ഓക്കെ സോ 5M എന്ന് പറയുന്നത് the flux that is linking with primary and secondary. അപ്പൊ നമ്മുടെ 5M അപ്പൊ നോർമലി എന്താണ് if it is sinusoidal ആണെങ്കിൽ 5 is equal to the flux is equal to 5M sin omega t അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ട്രാൻസ്ഫോമറിന്റെ അകത്ത് കോറും ഉണ്ട് വൈൻഡിങ്സ് ഉണ്ട് അപ്പൊ കോറും ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണുള്ളത് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും സോഴ്സ് എവിടെയാണോ കണക്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് ആ പ്രൈമറി വൈൻഡിങ് ലോഡ് എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് ആ സെക്കൻഡറി വൈൻഡിങ് ആൻഡ് 5M is the mutual flux that is linking with the primary and the secondary okay ma'am okay ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ എല്ലാവർക്കും അറിയാം എന്താണ് ട്രാൻസ്ഫോം പാടൻ ആരെങ്കിലും എന്നോട് പറയുന്നതാണോ അതോ അവിടെ സംസാരിച്ചാണോ എനിവേ മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അപ്പം നമുക്ക് നോർമലി നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ഉണ്ടാവും ഒരു കറണ്ട് ഉണ്ടാവും ഈ കറണ്ട് അതിന്റെ പ്രൈമറി വൈൻഡിങ്ങും ആയിട്ട് ലിങ്ക് ചെയ്ത് അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാക്കും and that flux will be producing an EMF in the primary winding and that EMF is known as self-induced EMF appo primary la winding ilathu undavunna flux karanam പ്രൈമറി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന EMF നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കുന്നത് ഈ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ആസ് സച്ച് അങ്ങനെ ലിങ്ക് ചെയ്ത് ആ ടോട്ടൽ ഫ്ലക്സ് മൊത്തത്തിൽ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ദർ ഇസ് നോ ലീക്കേജ് ഫ്ലക്സ് നോ ഫ്രിഞ്ചിങ് ഫ്ലക്സ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അപ്പം എന്താണ് പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിലും ഒരു EMF ഉണ്ടാവും ദാറ്റ് ഇസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്താണ് ഈ മ്യൂച്വൽ എന്താണ് ഈ സെൽഫ് എന്ന് പറയുമ്പം ഒരു സർക്യൂട്ടിൽ അവിടുത്തെ ഫ്ലക്സ് കാരണം അവിടെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന EMF നെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നും പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്ത് സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യുന്ന EMF നെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഒരാളുടെ സഹായത്തോടെ മറ്റേ സർക്യൂട്ടിൽ ഒരു EMF ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഓക്കെ
നോർമലി രണ്ട് കണ്ടീഷൻസ് നമുക്ക് ട്രാൻസ്ഫോമറിൽ നമ്മൾ പറയാറുണ്ട്, നോ ലോഡ് കണ്ടീഷനും ഓൺ ലോഡ് കണ്ടീഷനും. ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറയുന്നതെന്ന് വെച്ചാല്, ഇപ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുത്തു, ആ വോൾട്ടേജ് കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടായി. ആ കറണ്ട് പ്രൈമറി വൈൻഡിങ്ങിന്റെ ടേൺസ് N1 ആണ്, സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ടേൺസ് N2 ആണ്. അപ്പൊ ഈ N1 എന്ന് പറയുന്ന ടേൺസിന്റെ അകത്ത് ഒരു ഫ്ലക്സ് 5N ഉണ്ടായി. ഈ ഫ്ലക്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF ആണ് E1. അപ്പൊ സ്വന്തമായിട്ടുണ്ടായ ഫ്ലക്സ് കൊണ്ട് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന EMF ആയതുകൊണ്ട് തന്നെ അതിനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നും, ഈ ഫ്ലക്സ് സെക്കൻഡറി കംപ്ലീറ്റ് ഫ്ലക്സും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N2 ആണെങ്കിൽ, നമ്മുടെ പ്രൈമറിയിലെ ഫ്ലക്സ് കാരണം സെക്കൻഡറിയിൽ ഉണ്ടായ EMF ആണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. എന്ന് വെച്ചാൽ പ്രൈമറിയുടെ ഫ്ലക്സിന്റെ സഹായത്തോടെ സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് നോൺ ആസ് ദി മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ. അപ്പം ഒബ്വിയസ്ലി ഒരു സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ എന്തില്ല, അവിടെ കറണ്ട് ഫ്ലോ ഇല്ല, അവിടെ ലോസസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പൊ ഒരു സെക്കൻഡറി സർക്യൂട്ടിൽ ലോഡ് കണക്ട് ചെയ്തത് ക്ലോസ്ഡ് ആയെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ആണ് I2. അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ്, ലോഡിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് V2 എന്ന് പറയുന്നത്. ആ നഷ്ടങ്ങൾ കഴിഞ്ഞു. സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന EMF-ൽ നിന്നും ലോസസ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡറിയുടെ ലോഡില് കിട്ടുന്ന ടെർമിനൽ വോൾട്ടേജ് ആണ് V2 എന്ന് പറയുന്നത്. Am I clear? ക്ലിയർ ആണോ നിങ്ങളെ? ഓക്കെ. അപ്പം 5M എന്ന് പറയുന്നത് മ്യൂച്വൽ ഫ്ലക്സ് ആണ്. 5M എന്ന് പറയുന്നത് 5 max sin omega t. 5 max is the maximum value of the flux, and since it is sinusoidal waveform, it is 5 max sin omega t. V1 എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. അതെന്ന് പറയുന്നത് നോ ലോഡ് വോൾട്ടേജ് ആണ്. നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V1. V2 എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് വോൾട്ടേജ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ലോഡിന് അക്രോസ് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ V2 എന്ന് പറയുന്നത്. I1 എന്ന് പറയുന്നത് full load primary current, I2 is the full load secondary current, E1 is the self-induced EMF in the primary, and E2 is the mutual induced EMF in the secondary. ഇപ്പം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, സപ്പോസ് നമ്മുടെ ലോഡ് റെസിസ്റ്റീവ് ലോഡോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡോ ആണ് എന്നുണ്ടെങ്കിൽ, ഈ പോയിന്റ്സ് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ ലോഡ് റെസിസ്റ്റീവ് ലോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ആയിക്കോട്ടെ, നമ്മുടെ ലോഡ് ഇസ് റെസിസ്റ്റീവ് ഓർ ഇൻഡക്റ്റീവ്, E1 will be less than V1 and V2 will be less than E2. അതിന്റെ അർത്ഥം നമ്മളുടെ അവിടെ ഉണ്ടായ EMF എന്ന് പറയുന്നത് അവിടുത്തെ നമ്മൾ സപ്ലൈ സൈഡിൽ കൊടുക്കുന്ന ടെർമിനൽ വോൾട്ടേജിനെക്കാളും കുറവായിരിക്കും. അതേസമയം ടെർമിനൽ വോൾട്ടേജ് ദാറ്റ് ഇസ് അവൈലബിൾ അക്രോസ് ദ ലോഡ്, എന്നുവെച്ചാൽ ലോഡിന് അക്രോസ് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ന് കാളും കുറവായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചോളുക. എന്നുവെച്ചാൽ ലോഡ് എന്ന് പറയുന്നത് റെസിസ്റ്റീവോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവോ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V1. ദാറ്റ് ഇസ് സപ്ലൈ സൈഡിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V1 എന്ന് പറയുന്നത്. ആ V1 എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മളുടെ E1-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, E1 എന്ന് പറയുന്നത് പ്രൈമറിയിൽ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് E1. അപ്പൊ E1-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ E1 V1-നെക്കാളും കുറവായിരിക്കും. Similarly, when you're comparing with the terminal voltage that is across the load and across ulla voltage avada mutually induced secondary winding il undaya EMF aayittu compare cheyyumbam terminal voltage ne across ulla voltage aanu koravu as compared to the mutually induced EMF. അപ്പൊ അങ്ങനെ വരുമ്പം വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് V1 മൈനസ് E1 ആണ്. അപ്പം നമ്മൾ ആലോചിച്ചോളുക, if it is a resistive or an inductive load, the voltage regulation will be positive. If it's a resistive or inductive load, the voltage regulation will be positive. Suppose if the load is capacitive load ആണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ E1 എന്ന് പറയുന്നത് V1-നെക്കാളും കൂടുതലായിരിക്കും and V2 will be greater than E2. In effect പറയുകയാണെങ്കിൽ നമ്മുടെ V1 minus E1, because the terminal voltage is lesser as compared to the self-induced EMF E1. അങ്ങനെ ആണെങ്കിൽ
V1 മൈനസ് E1 എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇൻ ഇഫക്റ്റ് നമ്മൾ പറയേണ്ടത് മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് പോയിന്റ് ആണ്. ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് ആയിരിക്കും. റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിലും വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഒരു കപ്പാസിറ്റർ ലോഡ് ആണെങ്കിൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് രണ്ടെണ്ണം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. Voltage regulation in the case of inductive or resistive load is positive, and voltage regulation in the case of capacitor load is negative. Hope it is clear to all of you. Yes. So, transformer that ഞാൻ പറഞ്ഞു secondary winding is wounded over the primary to avoid leakage. ഇല്ലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ആരും എന്നോട് ഡൗട്ടും ചോദിച്ചായിരുന്നു ഇല്ലേ, സെക്കൻഡറി വൈൻഡിങ് എങ്ങനെയാണ് ഇത് വൂണ്ട് ചെയ്ത് വരുന്നതെന്ന്, വൈൻഡിങ് എങ്ങനെയാ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, അങ്ങനെയാണ് നമ്മൾ വൂണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, to avoid the magnetic leakage, the secondary winding is wound over the primary winding. അതൊരു പോയിന്റ് ആണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ secondary winding is wound over the primary winding to avoid the leakage. Okay, so M എന്ന് പറയുന്നത് mutual inductance ആണ്. Please note this equation is very important. M is equal to mutual inductance is equal to K. K is the coefficient of coupling, root of L1 L2. M is equal to K into root of L1 L2. ഇത് പലപ്പോഴും പല PSCക്ക് ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിങ്ങും മ്യൂച്വൽ ഇൻഡക്ടൻസും എങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്ത്, ഡോട്ട് റൂളിനെ ബേസ് ചെയ്ത്, അങ്ങനെ പല രീതിയിലും ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSCക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. സോ പ്ലീസ് നോട്ട് ദിസ് ഇക്വേഷൻ. M is equal to K into root of L1 L2, where M is the mutual inductance, L1 is the self inductance of the primary coil, and L2 is the self-inductance of inductance of the which coil? Secondary coil. But primary coil inductance ആണ് L1 ഉം secondary coil inductance ആണ് L2 ഉം. അതേസമയം M എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. ക്ലിയർ ആണോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാ. ഒന്ന് റിയാക്ട് ചെയ്തോളൂ, റെസ്പോണ്ട് ചെയ്യുക. ഇഫ് യു ആർ റോങ്, നോ പ്രോബ്ലം. അവിടെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. സോ തെറ്റാണെങ്കിൽ ആരും തെറ്റി പറയുന്നു എന്ന് പേടിക്കേണ്ട കാര്യമില്ല. സോ ഐ എം ആസ്കിങ് യു, കെയുടെ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് അല്ലേ കെ എന്ന് പറയുന്നത്, കെയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ കെയുടെ വാല്യൂ 1 ആയിരിക്കും. Fine, okay. N2 by N1 is equal to, and okay, fine, I agree with you. That now രണ്ട് ടേംസും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇവിടെ കേസിൽ നമ്മൾ എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് അല്ലെങ്കിൽ കെയുടെ വാല്യൂ 1ന്റെ അടുത്ത് ഇരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നിയർ യൂണിറ്റി ആവണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 100% കപ്ലിംഗ് ആണെങ്കിൽ ലീക്കേജ് കുറവായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഒരു 100% കപ്ലിംഗ്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്ന 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ലീക്കേജ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഫ്രിഞ്ചിങ് ഫ്ലക്സോ ലീക്കേജ് ഫ്ലക്സോ കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് കെയുടെ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ വാല്യൂ യൂണിറ്റി ആവുന്നതാണ് നല്ലതെന്ന് പറയുന്നതിന്റെ കാര്യം. നമ്മുടെ ലീക്കേജ് ഫ്ലക്സോ അല്ലെങ്കിൽ ഫ്രിഞ്ചിങ് ഫ്ലക്സോ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രിഞ്ചിങ് ഫ്ലക്സ് എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? അതിന്റെ പാത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനെയാണ് ഫ്രിഞ്ചിങ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് പോകുന്ന പാത്തിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായി മാറിപ്പോവുകയാണെങ്കിൽ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കൂടി പോവുകയാണ്. എന്ന് വെച്ചാൽ ഫ്ലക്സ് പോകുന്ന പാത്തിന്റെ ഏരിയ, ആ ഏരിയ കൂടുകയാണ് ഇല്ലേ? ഫ്ലക്സ് പോകുന്ന പാത്തിന്റെ ഏരിയ കൂടുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് സംഭവിക്കും? കുറഞ്ഞു പോകും. ഫ്ലക്സ് ഡെൻസിറ്റി കുറയും. അപ്പൊ എന്താണ് ഫ്രിഞ്ചിങ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് അത്? ഡിസൈർഡ് ആയിട്ടുള്ള പാത്തിൽ നിന്നും ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഏരിയ കൂടും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ലീക്കേജ് ഫ്ലക്സ് അവിടെ വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഫ്രിഞ്ചിങ് ഫ്ലക്സ് അവിടെ വരുന്നത് കൊണ്ടാണ്. ഫ്രിഞ്ചിങ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് പോകുന്ന പാത്തിൽ നിന്നും വ്യത്യസ്തമെടുത്ത് പോകുന്നതിനാണ് ഫ്രിഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ നിയറർ ടു യൂണിറ്റി എന്ന് പറയുന്നതിന്റെ കാര്യം, 100% കപ്ലിംഗ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഗുണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ലീക്കേജ് ഫ്ലക്സ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. കീപ് ഇൻ മൈൻഡ്, ദാറ്റ് ഇസ് വൺ ഓഫ് ദ പോയിന്റ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. അപ്പം ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് എന്താണ് അവിടെ ലീക്കേജ് ഫ്ലക്സ് കുറവാണ്, കപ്ലിംഗ് 100% ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ?
Yes, ma'am. Okay. So K is equal to 1. There is no magnetic leakage, and fringing and magnetic leakage reduce the maximum flux density in the circuit. So, ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് കുറച്ച് MCQ ഒന്ന് നോക്കാം. Okay. Transformer ratings are given. ഇതിനകത്ത് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അത് വായിക്കണ്ട. വായിക്കാണ്ട് നിങ്ങൾ ഒന്ന് പറയാമോ? Transformer ratings are given in which rating? KVA ആണോ, HP ലാണോ, KVR ലാണോ, KW ലാണോ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൊടുത്തേക്കുന്നത്? എന്തിലായിരിക്കും? KVA. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് KVA പോകുന്നതിന്റെ കാര്യം? Why the transformer ratings are given in KVA? Losses depend. ലോസസ് വോൾട്ടേജും കറന്റിനെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. So we have basically two type of losses in a transformer. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? Iron loss or core loss or constant loss. Then the next one is which loss? Copper loss. The copper loss is depending upon the current, and the core loss or constant loss is depending upon the voltage that is applied in the circuit. അപ്പം കൊടുക്കുന്ന വോൾട്ടേജിനെ ഡിപെൻഡ് ചെയ്യും അതിന്റെ കോൺസ്റ്റന്റ് ലോസും. കോർ ലോസ് എന്ന് പറയുന്നത് അവിടുത്തെ കറണ്ടിനെ ഡിപെൻഡ് ചെയ്യും. So the entire output is depending upon what? അവിടുത്തെ എന്തിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ? വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? The rating of the transformer is in KVA. The transformer core is generally made of, cannot be determined, can be made with any of the above method by stacking large number of sheets together, single block of core material. വായിച്ചിട്ട് പറയല്ലേ, അല്ലാണ്ടൊന്ന് ആലോചിച്ചിട്ട് പറയ്. By stacking large number of sheets. By stacking large number of sheets together. Yes. That is, നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു സിംഗിൾ കോർ ഷീറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം പല ഷീറ്റ്സിനെ പല തിൻ ഷീറ്റ്സ് ആക്കി അതിനെല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറഞ്ഞ സ്റ്റാക്ക് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നത്? പല ഷീറ്റ്സിനെ തിൻ ഷീറ്റ്സ് ആക്കി ഒരുമിച്ച് അടുക്കി വെക്കുന്നതിന്റെ കാരണം എന്താണ്? നമുക്ക് അവിടെ എഡ്ഡി കറന്റ് ലോസ് ലാമിനേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളവിടെ എഡ്ഡി കറന്റ് ലോസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യം ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എഡ്ഡി കറന്റ് ലോസസ് ലാമിനേഷൻസ് ഹാവ് ടു ബി പ്രൊവൈഡഡ്. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? തിൻ ഷീറ്റ്സ് ആക്കി അതിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? യെസ് മാം. The purpose of the transformer core is to provide low reluctance path, high inductive path, high capacitive path, and high reluctance path. Low reluctance path. Obviously, that means our aim is to provide a path for the flux. നമുക്ക് ആ ഫ്ലക്സിനെ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ലോ റിലക്ടൻസ് പാത്ത് പോയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അതിന്റെ ഒരു ഫ്രീ ഫ്ലോ അവിടെ നടക്കുള്ളൂ. അപ്പം നമ്മള് കോറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലോ റിലക്ടൻസ് പാത്ത് ആ ഫ്ലക്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒബ്വിയസ്ലി ആ ഫ്ലക്സ് സ്മൂത്ത്ലി ട്രാവൽ ചെയ്ത് അതിന്റെ എന്തായിരിക്കും മറ്റേ വൈൻഡിലേക്ക് എത്താൻ പറ്റും. സോ purpose of the transformer core is to provide low reluctance path. Okay. Problem ആണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. If you have paper and a pen with you, just do the problem. If you find out the answer. For a transformer with primary turns 400 and secondary turns 100, if 20 ampere current is flowing through the primary, we will get $80 ampere at second. 80 ampere. Archana, just try to do once more.
ആർക്കാണ്? സരികയ്ക്കാണോ 80 ആംപിയർ കിട്ടിയത്? Anu. Okay, 80 ampere. Who got 40 ampere? Someone has posted that you got 40 ampere. ആരോ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 40 ampere കിട്ടി എന്നുള്ളത്. Got the answer? 80 ampere. Those who got 80 ampere, 80 ampere is the right answer. So, എങ്ങനെ അത് കിട്ടുന്നത്? N2 by N1 is equal to V2 by V1 is equal to I1 by I2. അപ്പൊ N2 എന്ന് പറയുന്നത് എന്താണ്? 100 by 40 അല്ലേ? സെക്കൻഡറി ടേൺസ് ആണ് 100, പ്രൈമറി ടേൺസ് 400 ആണ്. So 1 by 4 is equal to, ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 1 by 4 അല്ല, N2 by N1 അല്ലേ? അപ്പൊ yes, 1 by 4. 1 by 4 is equal to N2 by N1 is equal to I1 by I2 അല്ലേ? I1 എത്രയാണ്? 20. കിട്ടിയോ? ആൻസർ കിട്ടിയോ? N2 by N1 is equal to I1 by I2. കിട്ടി മാം. Okay. 1 by 4 is equal to 20 by I2. So I2 is equal to 80 amps. Transformer is the what is the working principle of a transformer? Obviously, everyone knows transformer is working under the principle of mutual induction. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ലൈഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷനിൽ ഞാൻ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ, എന്തെല്ലാം ലോസസ് ഉണ്ടെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോമറിന്റെ കോറ്, ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്, പ്രൈമറി വൈൻഡിങ്, എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ, കപ്പാസിറ്റീവ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് ആണെങ്കിൽ, ലോഡ് ഇൻഡക്റ്റീവ് ആണ്, ലോഡ് കപ്പാസിറ്റീവ് ആണെങ്കിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് റെഗുലേഷൻ. പിന്നെ എന്താ പറഞ്ഞു തന്നു? വാട്ട് ഇസ് the equation relating M, K and L1, L2 by M mutual inductance. K is the coefficient of coupling, L1 self-inductance of the first coil and L2 self-inductance of the second coil. ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ K യുടെ വാല്യൂ 1 ആയിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ മോഡ്യൂളിലെ ഈ ബേസിക്സിനകത്ത് നമ്മൾ കവർ ചെയ്ത പോർഷൻസ് ആണ്. ഹോപ്പ് എവറിവൺ ഇസ് ഫെമിലിയർ വിത്ത് അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇതുവരെയുള്ള പോർഷൻസ്? ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ട്രാൻസ്ഫോമർ ആയാലും മെഷീൻസ് ആണ്, എന്താണെങ്കിലും അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കോർ കൺസെപ്റ്റ്സിൽ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏതൊരു ക്വസ്റ്റ്യനെയും നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങളെ കറക്റ്റ് തറവാക്കേണ്ടത് നിങ്ങളെ കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് തറവായി കഴിഞ്ഞാൽ ഇതിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. So that's the end of the portion. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇനി നമുക്ക് പുതിയ പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോബ്ലംസ് ആണോ ബേസിക് വരുക? മനസ്സിലായില്ല അവന്? കേട്ടില്ല. നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത പ്രോബ്ലം ഇല്ലേ, ആ ടൈപ്പ് ആണോ ബേസിക്സ് വരിക? ഇതൊക്കെ നമ്മൾ ബേസിക് കൺസെപ്റ്റ് അറിയാൻ വേണ്ടി ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. എന്നുവെച്ചാൽ ചുമ്മാ ബേസിക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ദീസ് സോർട്സ് ഓഫ് പ്രോബ്ലംസ് ഒന്നും ആയിരിക്കത്തില്ല എക്സാമിനേഷന് വരുന്നത്. ഇതൊക്കെ ചുമ്മാ കൺസെപ്റ്റ് അല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ ചില ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈഡ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാതിരിക്കാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ആ പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. എന്ന് വെച്ചാൽ വോൾട്ടേജ് കൂടുതൽ വോൾട്ടേജിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആരാ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാ? പേരെന്ന് പറയാമോ? ശ്യാം. ഓക്കെ ശ്യാം. അപ്പം നമുക്കിപ്പോ സെക്കൻഡറിയിലെ കറണ്ടിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാ? സെക്കൻഡറിയിൽ നമുക്ക് കറണ്ടിനെ കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും?
സെക്കൻഡറിയിലെ കറണ്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ പറയുമ്പോ ശ്യാമിനെ നമ്മൾ ആലോചിക്കേണ്ട ഏത് ഇക്വേഷൻ ആണ്? N2 by N1 is equal to E1 by N2 by E2 by E1 equal to V2 by V1 that is equal to I1 by I2. മനസ്സിലായോ? ശ്യാമിന് മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെക്കൻഡറിയിലെ കറണ്ടിനെ കുറയ്ക്കണം. What you have to do? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ സെക്കൻഡറിയിലെ കറണ്ട് കുറയത്തില്ലേ? അല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് വേണം? മോർ നമ്പർ ഓഫ് ടേൺസ് അക്കോമഡേറ്റ് ചെയ്യണം അവിടെ, അല്ലേ? മനസ്സിലായോ? ടേൺസിന്റെ എണ്ണം നമ്മൾ കൂട്ടുക. ഇപ്പൊ നിങ്ങൾ മുമ്പേ ചെയ്ത പ്രോബ്ലത്തിൽ നിങ്ങൾ എന്തോ പഠിച്ചു? കറണ്ട് പിന്നെ പ്രൈമറിയിലെ കറണ്ട് എത്രയായിരുന്നു? 20 ആംപിയർ ആയിരുന്നു അല്ലേ? പ്രൈമറിയിലെ ടേൺസ് 400 സെക്കൻഡറിയിലെ ടേൺസ് 100 ആയിരുന്നു. അങ്ങനെ കണ്ടല്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ? 400 100 ആയിരുന്നു, കറണ്ട് 20 ആയിരുന്നു. പക്ഷെ സെക്കൻഡറിയിലെ കറണ്ട് എത്രയായി? 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. മനസ്സിലായോ? സെക്കൻഡിലെ ടേൺസ് കുറവാണ്, പക്ഷെ അവിടുത്തെ വോൾട്ടേജും കുറവാണ്, പക്ഷെ അവിടുത്തെ കറണ്ട് കൂടി 4 ഇരട്ടി മൾട്ടിപ്ലൈഡ് ആയി. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക് കൺസെപ്റ്റ് ഓർക്കണോന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് ട്രാൻസ്ഫോമറുടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എല്ലാവർക്കും അറിയാലോ. ട്രാൻസ്ഫോമറുടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് is based on mutual induction. That is, we are giving voltage to the primary. There will be current that is produced in the primary. That current will be producing flux in the primary. That flux will be producing EMF in the primary. That is known as the self-induced EMF. The whole amount of flux will be secondary if there is no leakage. Secondary flux vannu. Secondary ഉണ്ടാകുന്ന EMF mutual induced EMF. സർക്യൂട്ട് ക്ലോസ്ഡ് അല്ലെങ്കിൽ നോ ലോഡ് ആണ്, അല്ലെങ്കിൽ കൂടി സെക്കൻഡറി കൂടി കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ലോസസ് അവിടെ ഇല്ല. പ്രൈമറിയിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ എമൗണ്ട് ഓഫ് ലോസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന കറണ്ട്, അതാണ് സെക്കൻഡറി കറണ്ട്. അതിനിപ്പോ ടെർമിനൽ വോൾട്ടേജ് ലോഡിന് അക്രോസ് കിട്ടും. അപ്പം അവിടെ റെസിസ്റ്റീവ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് ആണെങ്കിൽ റെഗുലേഷൻ പോസിറ്റീവ്, കപ്പാസിറ്റീവ് ആണെങ്കിൽ റെഗുലേഷൻ നെഗറ്റീവ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് EMF ഇക്വേഷൻ ആണ്. ഓക്കെ, EMF ഇക്വേഷൻ എല്ലാരും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ EMF ഇക്വേഷൻ? ഓക്കെ. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് പ്രൈമറിയിലെ ടേൺസിൽ ഫ്ലക്സ് ഉണ്ടായിട്ട് അവിടെ ഉണ്ടാകുന്ന EMF ആണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എന്താണ്? N1 ആണ് അല്ലേ? പ്രൈമറിയിലെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 511 ആണ്. ആണോ? ഓക്കെ. സോ ഫാരഡേസ് ലോ അനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫാരഡേസ് ലോ അനുസരിച്ച് ഈ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF is equal to minus N1 into d∅11 by dt. d∅11 എന്ന് പറഞ്ഞാൽ the flux that is linking in the primary coil alone. Primary coil മാത്രം ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ആണ് 511 എന്ന് പറയുന്നത്. So minus N1 into d∅11 by dt, that is equivalent to അവിടുത്തെ ഇൻഡക്ടൻസ് L1, അവിടുത്തെ കറണ്ട് I1, that is minus L1 into di1 by dt. ഇതിന്റെ അകത്ത് കൺഫ്യൂഷൻ ആർക്കും ഇല്ലല്ലോ? Are you agreeing with me? Yes, ma'am. Okay. ഇനി മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? അത് സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന EMF. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? E2T എന്നും പറഞ്ഞ് വിളിച്ചു ഇല്ലേ? സെക്കൻഡറിയിലെ EMF, that is mutually induced EMF. അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ആയതുകൊണ്ട് നമ്മൾ EMT എന്നും പറയുന്നു. അപ്പൊ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന ടേൺസിൽ പ്രൈമറിയിൽ നിന്ന് വരുന്ന ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന EMF ആണ്, ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന EMF ആണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF is equal to is dependent on what? Number of turns in the secondary into d∅1 ∅2. ൽ ഉണ്ടാകുന്ന ഫ്ലക്സ് സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന സെക്കൻഡറിയിലോട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന EMF ആണ് മ്യൂച്വൽ. സോ മൈനസ് N2 into d∅12 by dt, that is equal to minus M into di1 by dt. Are you agreeing with me? Yes, ma'am. Okay. And the next one is
512 is equal to k into 511 എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. 511 എന്ന് പറയുന്ന പ്രൈമറിയിലെ ഫ്ലക്സ്, 512 എന്ന് പറയുന്ന പ്രൈമറിയിൽ ഉണ്ടായ ഫ്ലക്സ് മാക്സിമം ഫ്ലക്സ് സെക്കൻഡിലോട്ട് ലിങ്ക് ചെയ്യുന്ന 512. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. കെയുടെ വാല്യൂ 1 ആണെങ്കിൽ the entire flux that is produced in the primary, പ്രൈമറിയിൽ ഉണ്ടാവുന്ന എല്ലാ ഫ്ലക്സും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും. അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫ് ഫ്ലക്സ് മാത്രമേ സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുള്ളൂ. ബാക്കി നഷ്ടമായിട്ട് നമുക്ക് അവിടെ പോകും. ക്ലിയർ? Yes. So E of t is equal to the basic equation according to Faraday's laws of electromagnetic induction and Lenz's law. Lenz's law യും Faraday's laws of electromagnetic induction പ്രകാരം നമ്മൾ പറയുന്നുണ്ട് E of t എന്ന് പറയുന്നത് minus n into d phi by dt ആണെന്ന് പറയുന്നുണ്ട്. Minus n into d by dt of phi എന്ന് പറയുന്നത് എന്താണ്? Since it's a sinusoidal signal, we are applying phi എന്ന് പറയുന്ന phi max sin omega t ആണ്. ഈ എക്സ്പ്രഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പം മൈനസ് 5n 5 മാക്സ് ഇൻറ്റു ഡി ബൈ ഡി ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. സോ ഇക്വേഷൻ ചേഞ്ചസ് ദ ഫോം. ഒമേഗയുടെ നമുക്ക് എങ്ങനെ എഴുതാം? 2πf എന്ന് എഴുതാം. സോ വെയിറ്റ് ഫോർ എ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? minus n into d by dt of 5 max sin omega t, and the derivative of sin omega t is equal to cos omega t into omega. And നമുക്ക് എങ്ങനെ എഴുതാം? sin omega t plus pi by 2 എന്ന് എഴുതാം. ആ മൈനസിനെ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n 5 max into 2πf into sin omega t minus pi by 2 എന്ന് എഴുതാം. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് 5 max sin omega t എന്ന് പറയുന്ന ഫ്ലക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അവിടെ ഉണ്ടാകുന്നത് മാക്സിമം ഫ്ലക്സ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലാഗിങ് ദ ഫ്ലക്സ് ബൈ an angle of pi by 2. മനസ്സിലായോ? ഈ ഇക്വേഷൻ പ്രകാരം n into 5 max into 2πf into sin omega t minus pi by 2 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്നത് the flux and the induced EMF will be producing a phase shift of 90 degree. നമ്മൾ കൊടുക്കുന്ന ഫ്ലക്സ്, that is 5 max എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ്, that is 5 maxും നമ്മുടെ EMF-ഉം ഫ്ലക്സും EMF-ഉം തമ്മിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ട് എന്നാണ് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. That is n 5 max 2πf-നെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? E max ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതിനെ നമ്മൾ ഇ മാക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു ഇ മാക്സ് ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ദാറ്റ് ഇസ് ദ ഫ്ലക്സ് ആൻഡ് ദ ഇ എം എഫ് വിൽ ബി പ്രൊഡ്യൂസിങ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി. ആം ഐ ക്ലിയർ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇ മാക്സ് എന്ന് പറയുന്നതാണ് 2πf n ഇൻറ്റു 5 മാക്സ് ഇല്ലേ? 2πf n into 5 max. അപ്പൊ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ബൈ √2 അല്ലേ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ നമുക്ക് കിട്ടി 2πf n into 5 max. അപ്പൊ 2πf n 5 max by √2, 2 by √2, 2π by √2 എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 4.44 5 max f into n. ഓക്കെ, അതാണ് ഇ ആർ എം എസ് എന്ന് പറയുന്നത്. സോ ഇ എം എഫ് ഇൻഡ്യൂസ് ദ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? 4.44 5 max f into n1 ഉം ഇ എം എഫ് ഇൻഡ്യൂസ് ദ സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താണ്? 4.44 5 max f into n2. ഈ ഇക്വേഷൻ, ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ടു യു, ഈ ഇക്വേഷൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ ഇതൊരു ഇക്വേഷൻ ഏതൊക്കെ മെഷീൻ്റെ അകത്ത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്? ഓൾട്ടർനേറ്റേഴ്സിന്റെ അകത്തുണ്ട്. അതുകൂടാതെ ഇൻഡക്ഷൻ മെഷീൻസ്. വെരി ഗുഡ്, ഇൻഡക്ഷൻ മെഷീൻസിനകത്തും വരുന്നുണ്ട്. നമ്മുടെ പ്രൈമറി ആക്ച്വലി നിങ്ങൾക്ക് അറിയാവോ, പിന്നെ ട്രാൻസ്ഫോമറും ഇൻഡക്ഷൻ മെഷീനും തമ്മിൽ റിസംബ്ലൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാവോ എല്ലാവർക്കും? അറിയാം, രണ്ടും തമ്മിൽ റിസംബ്ലൻസ് ഉണ്ട്. പ്രൈമറിയിൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഇ എം എഫും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇ എം എഫും സെയിം തന്നെയാണ് അല്ലേ?
സ്റ്റേ ഈക്വൽ, സെയിം എല്ലാം ഫ്ലക്സ് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലയോ? അതെ. ഓക്കെ, അപ്പം ആക്ച്വലി നമുക്ക് പറയാനാണെങ്കിൽ E1 to ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ സെയിം ഫ്ലക്സ് എന്ന് പറയും. പർട്ടിക്കുലർ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം ഫ്രീക്വൻസി തന്നെ ആയിരിക്കും നമ്മുടെ സെക്കൻഡറി ഔട്ട്പുട്ടിൽ വരുന്നത് അല്ലേ? പക്ഷെ ട്രാൻസ്ഫോമർ എടുത്ത് നോക്കുകയാണെങ്കിലോ അത് റൊട്ടേറ്റിംഗ് മെഷീൻ അല്ലേ? അപ്പൊ ആ റൊട്ടേറ്റിംഗ് മെഷീനിന്റെ, ട്രാൻസ്ഫോമർ അല്ല, ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ അല്ലേ? അപ്പൊ ആ റൊട്ടേറ്റിംഗ് മെഷീന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് സ്റ്റേറ്ററും റോട്ടറും ആണ്. സ്റ്റേറ്ററിന്റെ ഫ്രീക്വൻസിയും റോട്ടറിന്റെ ഫ്രീക്വൻസിയും എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അറിയോ? സ്റ്റേറ്റർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഫ്രീക്വൻസി ഇല്ലേ? അല്ലേ? കാരണം എന്താ പറയാ, അതിന്റെ റോട്ടർ സ്റ്റേറ്ററിന്റെ ഫീൽഡിനൊപ്പം റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് തെന്നി മാറിപ്പോകും. അപ്പൊ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് ഫീൽഡിന്റെ സ്പീഡും റോട്ടറിന്റെ സ്പീഡും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു EMF ഇക്വേഷൻ അത് പറയാൻ കാര്യം, ഇൻഡക്ഷൻ മെഷീന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ EMF എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിന്റെ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന EMF-ഉം റോട്ടറിൽ ഉണ്ടാകുന്ന EMF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? F2 എന്ന് പറയുന്നത് S into F1 ആണ്. ദാറ്റ് ഇസ് സ്റ്റേറ്റ് റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് S ടൈംസ് സ്റ്റേറ്റർ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ റോട്ടറിൽ ഉണ്ടാവുന്ന, സെക്കൻഡറിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? 4.54 S into F into 5 max into N2. അപ്പൊ അവിടെ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന്റെ എഫക്റ്റും കൂടി ഒരു റൊട്ടേറ്റിംഗ് മെഷീന്റെ കേസിൽ, ഇൻഡക്ഷൻ മെഷീന്റെ കേസിൽ കയറി വരും. അതേസമയം പ്രൈമറി വൈൻഡിങ്ങിന്റെയും സെക്കൻഡറി വൈൻഡിങ്ങിന്റെയും ഫ്രീക്വൻസി ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിൽ സെയിം ആണെങ്കിൽ ഇൻഡക്ഷൻ മെഷീനിൽ സെയിം അല്ല. ഇൻഡക്ഷൻ മെഷീന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ആണ്. ക്ലിയർ ആണോ? സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? E1 by E2 that is equal to N1 by N2 that is equal to V1 by V2 that is equal to I2 by I1. These are the voltage and current ratios in a transformer. ട്രാൻസ്ഫോമറിലുള്ള വോൾട്ടേജും കറണ്ടും റേഷ്യോസ് ആണ് ഇത്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ജസ്റ്റ് നോട്ട് ദിസ് പോയിന്റ്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ വേണമെങ്കിലും പറയാം, E2 by E1 is equal to N2 by N1 is equal to V2 by V1 is equal to I1 by I2 എന്നും പറയാം. ഇപ്പം വോൾട്ടേജ് ആൻഡ് കറണ്ട് റേഷ്യോസിന്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ E1 by E2 is equal to N1 by N2 that is equal to V1 by V2 that is equal to I2 by I1. N1 by N2 എന്ന് പറയുന്നത് ആൽഫ ആണ്, അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ ആണെങ്കിൽ N2 by N1 എന്ന് പറയുന്നത് K ആണ്, ദാറ്റ് ഇസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അപ്പൊ ടേൺസ് റേഷ്യോയുടെ റെസിപ്രോക്കൽ ആണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ദാറ്റ് ഇസ് N1 by N2 എന്ന് പറയുന്നത് ആൽഫ ആണെങ്കിൽ N2 by N1 എന്ന് പറയുന്നത് K ആണ്, ദാറ്റ് ഇസ് ദി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by ആൽഫ, where alpha is the turns ratio. Clear? Clear? അപ്പം ഇത് എല്ലാരും നോട്ട് ചെയ്ത് വെക്കുക ഈ പോയിന്റ്സ്. എവരിവൺ ഇസ് ഹിയർ? എല്ലാരും ഉണ്ടോ? എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? ഓക്കെ. സോ E1 ഈ റേഷ്യോസ് ഓർത്ത് വെച്ചേക്കുക. കറണ്ട് റേഷ്യോസും വോൾട്ടേജ് റേഷ്യോസും, ഒരു ട്രാൻസ്ഫോമറിന്റെ കറണ്ട് റേഷ്യോവും വോൾട്ടേജ് റേഷ്യോ ആണിത്. E1 by E2 is equal to N1 by N2 is equal to V1 by V2 is equal to I2 by I1, where N1 by N2 is equal to alpha, that is the turns ratio, and N2 by N1 is equal to K, that is equal to 1 by alpha, that is the transformation ratio. If you are given the turns ratio, transformation ratio will be equal to 1 by alpha. Okay. The next one. Till now, it's clear. EMF equation എന്താണ്? E1 is equal to 4.44 5 max F into N1 and E2 is equal to 4.44 5 max F into N2. And for the induction machine, the effect of slip will be taking into factor. So our EMF equation the case induction machine the case a slip in effect കൂടി അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് വ്യത്യാസം. Because state and the frequency F1 ആണെങ്കിൽ റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് S into slip into the frequency ആണ്. Okay, slip into the stator frequency ആണ്. Excuse me. What is a transformer on no load?
എന്താണ് ട്രാൻസ്ഫോമർ ആൻഡ് ലോ ലോഡ് എന്ന് പറയുന്നത്? നമ്മൾ വോൾട്ടേജ് കൊടുത്തു, കറണ്ട് ഉണ്ടായി, ഫ്ലക്സ് ഉണ്ടായി, ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഇസ് I2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഒരു ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡിംഗ്, ട്രാൻസ്ഫോമർ ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്ഫോമർ നോ ലോഡിലാണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് അതിലെ കൂടി ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെയാണ് I0 എന്ന് പറയുന്നത്. I0 എന്ന് പറയുന്നത് ഇതിനകത്ത് കാണാൻ പറ്റും, the no load current of the primary. No load കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? I0. And I0 is divided into two currents. ആർക്കെങ്കിലും അറിയാമോ I0ന്റെ ഏതൊക്കെ കറണ്ട് ആണ് ചേരുന്നതാണ് I0 എന്നുള്ളത്? No load current is the sum of two currents, summation of two currents. Can anyone tell me? Working component Working component of current, that is IW, and the magnetizing component of current, that is I mu. ഇല്ലേ? വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്താണ്? ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആണ്, ഇല്ലേ? അല്ലേ? അതെ. അപ്പം നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ അകത്ത് നോ ലോഡ് സമയത്ത് നമുക്ക് കോൺസ്റ്റന്റ് ലോസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഡ്യൂ ടു ദ ഫ്ലോ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് I0, that is a no load current, there will be small amount of current in the primary, that is the no load current എന്ന് പറയുന്നത്. ഈ no load current കാരണം ഒരു ചെറിയ ലോസസ് നമുക്ക് no load losses അവിടെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. But comparing with the constant losses and the copper loss പറയുകയാണെങ്കിൽ the constant loss is more predominant. അതുകൊണ്ടാണ് no load സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി പറയുകയാണ്. ട്രാൻസ്ഫോമർ നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ലോഡിലൂടെ എന്താണ്? നോ ലോഡ് ആണ്. പക്ഷെ അവിടെ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ സെക്കൻഡറി സൈഡിൽ ലോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. പ്രൈമറി വൈൻഡിങ്ങിലെ കറണ്ട് എന്ന് പറയുന്നത് I0 ആണ്. അതെന്ന് പറയുന്നത് നോ ലോഡ് കറണ്ട് ആണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോളുക. വിച്ച് ഇസ് 2 to 5% ഓഫ് ദി റേറ്റഡ് കറണ്ട്. നമ്മുടെ റേറ്റഡ് കറണ്ടിന്റെ 2 മുതൽ 5% വരെ കറണ്ട് നോ ലോഡ് സമയത്ത് നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. അപ്പം നോ ലോഡ് കറണ്ടിന്റെ വെറും 2 to 5% കറണ്ട് ആണ് പ്രൈമറി, റേറ്റഡ് കറണ്ടിന്റെ 2 to 5% കറണ്ട് ആണ് നോ ലോഡ് സമയത്ത് പ്രൈമറി കൂടി ഫ്ലോ ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. അപ്പം ഈ കറണ്ട് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള രണ്ട് ലോസ് ഉണ്ടാവും. പക്ഷെ കൂടുതൽ പ്രിഡോമിനന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കമ്പയറിംഗ് വിത്ത് അയൺ ലോസ്. സോ അയൺ ലോസ് ഓർ കോർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ. There are two types of iron losses. The first one is hysteresis loss and the second one is eddy current loss. Hysteresis loss എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെ ഫാക്ടേഴ്സിനെ hysteresis loss ഡിപെൻഡ് ചെയ്യും? Can anyone tell me? Frequency. It will be depending upon the frequency, അല്ലേ? ആണോ? ഫ്രീക്വൻസി. ഹിസ്റ്ററിസിസ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാം. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ പോസ്റ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ കാണാം. സോ eddy current loss is depending upon what all components. Eddy current loss, Frequency square, Pmax square, and the thickness of the material, അല്ലേ? ആ ലാമിനേഷന്റെ തിക്നെസ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണ്ടേ, അല്ലേ? അപ്പൊ എത്രത്തോളം തിക്നെസ് അതിനകത്തുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൗ ക്യാൻ യു എലിമിനേറ്റ് ദ എഡി കറന്റ് ലോസ് ഇൻ എ മെഷീൻ? എഡി കറന്റ് ലോസ് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും?
ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്താൽ എഡി കറന്റ് ലോസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. നമ്മൾ എന്തുകൊണ്ടാണ് സിലിക്കയുടെ കണ്ടന്റ് 1 to 2% മാത്രമേ ആവാവുള്ളൂ എന്ന് പറയുന്നത്? സിലിക്കയുടെ കണ്ടന്റ് കൂടുതലാവാൻ പാടില്ല. അയൺ, കൊബാൾട്ട്, അലൂമിനിയം ഒക്കെ എടുക്കുന്ന സമയത്ത്, നിക്കലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സിലിക്ക കണ്ടന്റ് വളരെ കുറച്ച് ആവാമെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആവാമെന്ന് പറയുന്നത്? ബ്രിട്ടിലായി പോകും. അതുകൊണ്ടാണ് നമ്മൾ സിലിക്ക കണ്ടന്റ് കുറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. സോ വെരി ഗുഡ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ നോ ലോഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കോൺസ്റ്റന്റ് ലോസ് ആണ്, അല്ലെങ്കിൽ കോർ ലോസ് ആണ്, അല്ലെങ്കിൽ അയൺ ലോസ് ആണ്. അതിന് ബേസിക്കലി 2 ടൈപ്പ് ആണ്, ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. വളരെ ചെറിയ എമൗണ്ട് ഓഫ് കോപ്പർ ലോസ് മാത്രമേ നമ്മുടെ പ്രൈമറിക്കകത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നെഗ്ലിജിബിൾ ആക്കി കൺസിഡർ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നോ ലോഡ് സമയത്ത് നമുക്ക് കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത്. എത്രത്തോളം ആംഗിൾ വേരിയേഷൻ ആണ് അവിടെ ഉള്ളത്? ആംഗിൾ ഓഫ് ലാഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അവിടുത്തെ ലോസസ് ഓഫ് ട്രാൻസ്ഫോമറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളുക. ആംഗിൾ ഓഫ് ലാഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ലോസസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ സമയത്ത് അതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അറൌണ്ട് 0.3 ആയിരിക്കും അവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. പവർ ഫാക്ടർ ആ സമയത്ത് വളരെ കുറവായിരിക്കും. ദാറ്റ് വിൽ ബി അറൌണ്ട് 0.3. ഓക്കെ. No load current I0 ഞാൻ പറഞ്ഞു, it's split up into two. That is a working component of current and the magnetizing component of current. Working component of current എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. പലരും പല രീതിയിൽ വിളിക്കും. IW, IMU എന്ന് വിളിക്കുന്നുണ്ട്. ചിലതിനകത്ത് പറയും IC, IM എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇറ്റ് സെൻസ് സെയിം. എന്ത് പറഞ്ഞാലും ഇറ്റ് ഈസ് മീനിങ് ദ സെയിം. So 2 component of current ഉള്ളൂ, മാഗ്നറ്റൈസിങ് component of current ഉം ആക്റ്റീവ് component of current ഉം. ഓക്കെ ഓക്കെ. ഈ ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ടിന്റെ റോൾ എന്താണ്? ട്രാൻസ്ഫോമറിന്റെ അകത്ത് മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട്? The only role of the magnetizing component of current is to produce the flux. അവിടെ ഫ്ലക്സ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. And it is not participating it does not consume any power. The only use of the magnetizing component of current is to produce the flux in the core. കോറിന്റെ അകത്ത് ഫ്ലക്സ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ജോലി എന്നുള്ളത്. അതെന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിന് ക്വാഡ്രേച്ചർ ആയിരിക്കും. 90 ഡിഗ്രിയിലായിട്ടായിരിക്കും നമ്മുടെ ഏത് കറണ്ട്? മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അതേസമയം ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് അല്ലെങ്കിൽ റിയൽ കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഇൻഫേസ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആണ്. ആ വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിന് ഇൻ ഫേസ് ആയിട്ടായിരിക്കും വരിക. അപ്പം ഈ കറണ്ട് ആണ് അവിടെ അയൺ ലോസസ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ ലോസ്. അവിടെ ഉണ്ടാവുന്ന ചെറിയ എമൗണ്ട് ഓഫ് കോപ്പർ ലോസ്, ദാറ്റ് ഇസ് നെഗ്ലിജിബിൾ കോപ്പർ ലോസും അയൺ ലോസും സപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആയ IC ആണ്. ക്ലിയർ ആണോ? Am I clear? Yes, ma'am. Okay. അപ്പൊ നമ്മൾ ഫേസ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ഫേസ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്താണ്? മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഇതാണ് നമ്മുടെ ഫേസ് ഡയഗ്രാം. മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ തിരിച്ചാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? 90 ഡിഗ്രി വിത്ത് വോൾട്ടേജും what to say, the active component of current എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജുമായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇത് രണ്ടിന്റെയും കൂടി റിസൾട്ടന്റിനെയാണ് നമ്മൾ I0 എന്ന് പറയുന്നത്. ആ I0യും V1ഉം മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മുടെ ϕ0 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ the active component of current is equal to I0 cos ϕ0 and the magnetizing component of current is equal to I0 sin ϕ0. So we can say that I0 is the resultant of IC and IM. That is the working component of current in name. Magnetizing component of current in name. Resultant ആണ് നമ്മുടെ I0 എന്ന് പറയുന്നത്. So I0 can be written as I0 is equal to root of working component of current square plus magnetizing component of current square. Okay.
അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തു വെച്ചോളുക. That is the working component of current is I0 cos phi 0. Magnetizing component of current is equal to I0 sin phi 0. And totally the no load current എന്ന് പറയുന്നത് I0, that is the working component of current square plus magnetizing component of current square, the whole root ആണ് നമ്മുടെ no load current എന്ന് പറയുന്നത്. അപ്പൊ പവർ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? പവർ ഫാക്ടർ is equal to IC, that is the working component of current divided by the no load current ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. No load input power എന്ന് പറഞ്ഞാൽ എന്താണ്? V1, that is the applied voltage, I0 is the no load current and cos phi 0 is the power factor. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ no load power input നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിൽ വെയിറ്റ് എ മിനിറ്റ് ഓക്കെ. അപ്പം ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്താ ഒരു ഫേസ് ഡയഗ്രാം വരയ്ക്കാന്ന് പറഞ്ഞാൽ, മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതെന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് ദ ഫ്ലക്സ് ആയിരിക്കും. Induced EMF of the primary and the secondary winding will be lagging the flux by an angle of phi. By lagging the flux by an angle of 90 degree. Copper loss എന്ന് പറഞ്ഞ് neglect ചെയ്യുകയാണെങ്കിൽ secondary copper loss primary copper loss neglect ചെയ്യും. Because primary copper loss നമ്മുടെ core loss വെച്ച് നോക്കുമ്പോൾ കുറവായത് കൊണ്ട് നമ്മൾ neglect ചെയ്യും. Secondary current 0 ആയതുകൊണ്ട് secondary copper loss ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? നമ്മൾ ഈ മുമ്പേ വരച്ചതുപോലെ I0 എന്ന് പറയുന്നത് is a resultant of IC and IM ആണ്. അപ്പൊ phi എന്ന് പറയുന്ന phi angle 0 ആണെങ്കിൽ V1 എന്ന് പറയുന്നത് V angle pi by 2 ആണ്. E1 എന്ന് പറയുന്നത് E1 angle minus pi by 2 ആണ്. അത് ലാഗ് ചെയ്യുന്നത് കൊണ്ട് E2 അതുപോലെ ലാഗ് ചെയ്യുന്നുണ്ട്. E2 angle minus pi by 2 and IM is IM angle 0 and IC is equal to IC angle pi by 2. ഇങ്ങനെയാണ് അതിന്റെ ഫേസറിന്റെ നമുക്ക് ഈ കിട്ടിയ ഫേസർ ഡയഗ്രാമിൽ നിന്ന് നമ്മൾ ഓരോ റെപ്രസെന്റേഷൻസ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. ബിക്കോസ് നിങ്ങൾക്ക് ഇത് നോക്കിയപ്പോൾ മനസ്സിലാവും phi എന്ന് പറയുന്നത് phi angle 0 ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് V1 angle pi by 2. E1 is lagging the voltage, so that is ലാഗ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഫ്ലക്സ് ലാഗ് ചെയ്ത് പോകുന്നതുകൊണ്ട് E1 angle minus pi by 2, E2 angle minus pi by 2 and the magnetizing current is IM angle 0 and the working amount of current is IC angle pi by 2 according to the phasor diagram that is given over here. Examination point of view നിങ്ങൾ ഈ പോയിന്റ്സ് ഓർത്ത് വെച്ചോളുക. വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I0 cos phi 0യും നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ടും മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് സ്ക്വയറിന്റെ ഹോൾ റൂട്ട് ആണെന്നും മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ I0 sin phi 0 ആണെന്നും cos phi 0 is equal to working component of current divided by no load current and the input power is equal to V1 I0 cos phi 0. Hope it is clear. ഇതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട്. നോ ലോഡിലുള്ള ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഇത്. So can we deal with some questions? Okay, ma'am. What's the ഇതുവരെ ഇന്ന് ഞാൻ പഠിപ്പിച്ച എത്രയും മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me. നോ ലോഡില്ല നമ്മൾ എന്താ പഠിച്ചത്? EMF ഇക്വേഷൻ എന്താണെന്നും ടേൺസ് റേഷ്യോ എന്താണെന്നും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണെന്നും നോ ലോഡിൽ ഏതൊക്കെ കറണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇതിനകത്ത് എനി ഡൗട്ട്? ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ റിലേറ്റഡ് ടു എനി ഇക്വേഷൻ. Is it clear for you? Yes, ma'am. Okay. The average EMF induced per turn in a transformer is given by 1.115 F phi m, 0.5 phi m into F, 4 F phi m, 8 F phi m. Average EMF induced per turn in a transformer. Why no answer? ആർക്കും ആൻസർ ഇല്ലേ? ആണോ?
Option A. Average EMF induced per turn in a transformer. EAV per turn. The average ആർക്കെങ്കിലും പറയാനുണ്ടോ? ആൻസർ പറയാ അറിയാമോ ആർക്കെങ്കിലും? Option A ആണോ മാം? അല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ അല്ല. Option C, Shyam Kumar, that's the right answer. Option C, average EMF induced per turn in a transformer is equal to 4 into 5m into F ആണ്. അതിനുശേഷമല്ലേ RMS value by average value is equal to 1.11 എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മൾ 4.44 എന്ന് വെച്ചെടുക്കുന്നത് ഇല്ലേ? അല്ലോ നിങ്ങളെ? നമ്മൾ ആവറേജ് വാല്യൂ അല്ലേ 4 into 5m into F എന്ന് എഴുതിയിട്ട് RMS value by average value is equal to form factor എന്ന് നമ്മൾ എഴുതാറില്ലേ? That is equal to 1.11 എന്ന് എഴുതത്തില്ലേ? അപ്പൊ ആവറേജ് വാല്യൂ എഴുതത്തില്ലേ? RMS value is equal to 1.11 into average value, that is equal to 4.44 5m into F എന്ന് അങ്ങനല്ലേ നമ്മൾ എഴുതുന്നേ? മനസ്സിലായോ? Am I clear? Yes, ma'am. നമ്മൾ ആവറേജ് വാല്യൂനെയാണ് 4 5m into F എന്ന് പറഞ്ഞത്. 1.11 എന്ന് പറയുന്നത് നമ്മുടെ ഫോം ഫാക്ടർ ആണ്. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. അപ്പം നമുക്ക് ആവറേജ് വാല്യൂ അത്രയും കിട്ടിയിട്ടാണ് നമ്മൾ RMS വാല്യൂ എന്ത് ചെയ്യുന്നത്? 1.11 into 4 5m ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ്. മനസ്സിലായോ? ഓക്കെ. Okay, ma'am. Okay. A transformer is said to be isolation transformer, which primary to secondary ratio is Equal to 1. equal to 1. That is the number of turns in the primary and the secondary is the same. That transformer is known as an isolation transformer. Okay. A 5 kV bar 250 volt 50 hertz single phase core type transformer with average flux in the core is 0.05 Webers. The number of turns in the primary winding is Are you doing the problem or simply sitting? Problem ചെയ്തു നോക്കുകയാണോ? നിങ്ങൾ പ്രോബ്ലം ചെയ്യാണോ? Yes or no? Yes, ma'am. Yes. Okay. കിട്ടിയ ആൻസർ? Explain ചെയ്യാമോ ma'am? ട്രൈ ചെയ്ത് നോക്കിയേ നിങ്ങള്? ട്രൈ ചെയ്ത് നോക്കി. കിട്ടിയോ? ഇതൊന്ന് ട്രൈ ചെയ്തിട്ടോ. നിങ്ങൾ ഇത്രയും നേരം പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് you just try it out. If you have any problem associated with getting the answer, I will explain to you in the next class. Okay. Okay, ma'am. നിങ്ങളത് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ പഠിച്ച ബേസിക് തിയറി വെച്ചിട്ടാണ്. ഈ പ്രോബ്ലത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നോട് പറയാം.
അത് തെറ്റാണെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്തു തരാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബട്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു ട്രൈ. ഓക്കെ. This question is directly from the basic which I have taught you right now. നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ച ബേസിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നതിന്റെ അടുത്ത് അടുത്ത ക്ലാസ്സിൽ പറയാം. തെറ്റിയാൽ ഞാൻ അന്നേരം അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാം. ക്ലിയർ? ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ. ഒന്ന് ചെയ്തു നോക്ക്. നമുക്ക് എവിടെയാ മിസ്റ്റേക്ക് പറ്റുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ബേസിക് അല്ലേ, വെച്ചൊന്ന് നോക്ക്. For an ideal transformer, the winding resistances and leakage flux should be what? 0. 0. Ideal transformer ആണെങ്കിൽ നമുക്ക് അവിടെ winding resistance ഉം leakage flux ഉം 0 ആണെങ്കിൽ നമുക്ക് entire flux will be linking with the secondary. Okay. Okay. So thank you students. നമുക്ക് ഇനി അടുത്തത് കുറച്ച് MCQവും ബാക്കിയുള്ള ട്രാൻസ്ഫോമർ ആൻഡ് ലോഡും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും, ഷുവർ ആയിട്ടും കിട്ടും. ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒന്ന് ഇരുന്നൊന്ന് രണ്ടു വട്ടം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ കൺസെപ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കിട്ടുന്നില്ല എങ്കിൽ ഷുവർലി ഐ ഗിവ് യു ദ hint and solution for this problem in the next class. Okay. Okay. Okay, ma'am. Okay. Thank you so much. Thank you. Thank you. you. Okay, teacher. Thank you. Thank you, sir. Thank you, all of you. All of you. Thank you.